ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോ എന്താണ് പറയാനുള്ളത്? അതിനു മുമ്പ് ഒരു സാധനം തരാം. ഛ, നന്നായിട്ട് വലിച്ചിട്ടിരുന്നു. ഓക്കെ ഓക്കെ ഞാൻ ഉറങ്ങിയായിരുന്നു guys. വലിയ സീനൊന്നുമില്ല. അതെ അതെ, ഒന്നും ഒരു സീനൊന്നുമില്ല. യൂസ് ചെയ്യലുണ്ട്. ലാലിഗയുടെ കാര്യത്തിൽ റയലിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ആൻഡ് ബാഴ്സ വോൺ ദ മാച്ച് അഗൈൻസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് 2-1 ജയിച്ചിട്ടുണ്ട്. ആൻഡ് റയൽ മാഡ്രിഡിന്റെ അവസ്ഥ എന്താ? റയൽ മാഡ്രിഡ് മലർക്കയായിട്ട് 2-1 തോൽവി വാങ്ങിയിട്ടുണ്ട്. ഇവര് ജീവൻ ത്യജിച്ച് മയോക്കെ രക്ഷിച്ചതാണ്. കാരണം റെലിഗേഷനിലേക്ക് പോകേണ്ട ഒരു ക്ലബ്ബായിരുന്നു. അവർക്ക് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതല്ലേ കാരണം? അതെ അതെ. രണ്ടാം സ്ഥാനത്താണ് നിലവിൽ റയൽ മാഡ്രിഡ് നിൽക്കുന്നത്. ആൻഡ് ലാലിഗയിൽ പോയിന്റ് ടേബിളിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം ബാഴ്സ ആയിട്ടുള്ള പോയിന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7 പോയിന്റ് ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ ബാഴ്സ ഇനി തകർന്ന് തരിപ്പണമാണോ? അതിന്റെ ചാൻസ് ഒന്നും കാണുന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള ജയം അവരെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻസ് തന്നെ കൊടുക്കും. സങ്കടപ്പെടണ്ട, പോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇന്നലെ സിറ്റി ജയിച്ചു guys 4-1 ലിവർപൂളായിട്ട് സിറ്റി ജയിച്ചിട്ടുണ്ട്. സോ എന്താ ഒരു സാഡ്നെസ് എന്താ? അതേ ഉള്ളൂ. കരയണ്ട, വരൂ. അതെ അതെ. പിന്നെ യൂസിലെ കാര്യം നോക്കി കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് നേരിടേണ്ടി വരുന്ന ബാഴ്സയെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന തന്നെയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് സെക്കൻഡ് ഹാഫ് ഫുള്ള് 10 പേരുമായിട്ടാണ് കളിച്ചത്. എന്നിട്ടും ബാഴ്സ സ്ട്രഗിൾ ചെയ്തു ഒരു ഗോൾ അടിക്കാൻ. അത് വേറെ ഒരു കാര്യമാണ്. 39-ാം മിനിറ്റിലാണ് ആദ്യം അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോൾ അടിക്കുന്നത്. അതിനുശേഷം റാഷ്ഫോർഡിന്റെ ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു. അവിടെ റാഷ്ഫോർഡ് ഗോൾ അടിച്ച് സമനിലയാക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ശരിയാണ്, ആ റെഡ് കാർഡ് വന്നത് അവർക്ക് ഒരു വെല്ലുവിളിയാണ്. 10 പേരൊക്കെ ആയിട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2-3 ചാൻസുകൾ കളിച്ചിട്ടില്ല. ചെക്കൻ ഉണ്ടായിരുന്നു, ഇന്ന് വലിച്ചു കയറിയാനെ. അതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. വയ്യാണ്ടിരുന്ന അവന് രാത്രി സ്റ്റോറി ഇടിയിട്ട്. അതാണ് ചെറുക്കന്റെ കമ്പാക്ക് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. വരും, ഉടനെ വരും. UCL മുമ്പ് ചെക്കൻ ഇവിടെ എത്തും. ഓക്കെ അല്ലേ? നമുക്ക് കാണാം. ബയനായിട്ട് കളിയുണ്ട്, പിന്നെ അത്ലറ്റിക്കോ ആയിട്ട് ഇവർക്ക് കളിയുണ്ട്. എനിക്കല്ല, ഞാൻ ബാഴ്സ ജേഴ്സി ഇടുമ്പോ പറക്കും തോന്നുന്നില്ല. ഞാൻ ബാഴ്സ ഫാനൊന്നുമല്ല. സോ ഹലാ മാഡ്രിഡ് നമ്മൾ തിരിച്ചു വരും UCL. ഓക്കെ ബൈ. ലാലിഗലിന് തിരിച്ചു വരില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ബൈ.